ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്ന വിഷയം പരിശുദ്ധ അമ്മ പ്രത്യാശയുടെ മാതാവ് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം എങ്ങനെ പ്രത്യാശ നിറഞ്ഞതായിരുന്നു. അമ്മ എന്ന നിലയിലുള്ള തന്റെ ജീവിതയാത്രയിൽ പരിശുദ്ധ മറിയം ഒട്ടേറെ ഇരുട്ടറകളിലൂടെ കടന്നുപോയി. ദൈവപുത്രന്റെ അമ്മയാവുക എന്ന ക്ഷണത്തിന് അവിവാഹിതയായിരുന്നിട്ട് കൂടി സധൈര്യം സമ്മതം മൂടിയവൾ. ആ സമ്മതം അമ്മ എന്ന നിലയിലുള്ള പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തിലെ അനുസരണത്തിന്റെ സഹനത്തിന്റെ ആദ്യ കാലമാണ്. പെസഹ തിരുനാളിന് പോയി മടങ്ങുമ്പോൾ സുപുത്രനെ കാണാതാവുന്നതും തുടർന്ന് ദേവാലയത്തിൽ കണ്ടെത്തുമ്പോഴും അമ്മ അലമുറയിടുകയോ ആഹ്ലാദിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് വിശുദ്ധ ലിഖിതത്തിൽ പറയുന്നത് പോലെ അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ സംഗ്രഹിക്കൽ അഥവാ അനുസരണം അവൾക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്നത് ആയിരുന്നു. കാൽവരിക്കുന്നിൽ തന്റെ പ്രിയപുത്രനോടൊപ്പം കഥനത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അവൾ തളരുന്നില്ല. തന്റെ അരുമ മകൻ പ്രാണപ്രിയനേറ്റ് മരിക്കുമ്പോഴും അവൾ പ്രത്യാശയിലാണ്. കാരണം കാൽവരിയിൽ ചിന്തപ്പെടുന്ന ഓരോ തുള്ളി രക്തത്തിലൂടെയും തന്റെ പ്രിയപുത്രന് ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രത്യാശ. ഉചിതനായ യേശുവിനെ നാം വീണ്ടും ശിഷ്യന്മാരുടെ അടുക്കൽ കണ്ടുമുട്ടുമ്പോൾ അവിടെയും മറിയം സന്നിഹിതയായിരുന്നു. ഉചിതനായ യേശുവിലൂടെ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ, മനുഷ്യകുലത്തിന് തന്നിലൂടെ മധ്യസ്ഥം യാചിക്കാൻ കഴിയുമെന്ന പ്രത്യാശ. പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭ പോലും മറിയത്തെ വിശേഷിപ്പിക്കുന്നത് പ്രത്യാശയുടെ അമ്മ എന്നാണ്. അതായത് പ്രത്യാശയുടെ കേന്ദ്രം, സഭയുടെ തിരുസഭയുടെ പ്രത്യാശയുടെ കേന്ദ്രവും മറിയമാണ്. സഭയിൽ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരുടെയും പ്രത്യാശയുടെ ഉറവിടവും പരിശുദ്ധ മറിയമായിരിക്കണം. കാനായിൽ മാത്രമല്ല, കാൽവരി കുന്നിൽ മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത ക്ലേശങ്ങളുടെ നടുവിലും പുരുഷൻ ചുവട്ടിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ അമ്മ നിൽക്കട്ടെ. അവളാണ് പരിശുദ്ധ കന്യാമറിയം. എന്റെ അമ്മേ, എന്റെ ആശ്രയമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കും നമ്മുടെ അമ്മയെ പ്രത്യാശ ലഭിക്കാം.